കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി വി ആർ ഫീച്ചറിംഗ് എ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന പോഡ്കാസ്റ്റ്. ഓരോ ഫാന്റസിക്കും ഞങ്ങൾ ഓരോ റേറ്റ് ഫിക്സ് ചെയ്യും. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്താൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പം എങ്ങനെ സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? കൂടുതലും എൻക്വയറീസ് വരുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ കൂടുതലും വരാറ്? 40 മേളിലാണ് അധികം. ചിലയിടത്ത് ഹസ്ബൻഡിന് പറ്റില്ലാത്തവർ, അപ്പോൾ അവർ പറയും ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ വരാമോ എന്ന് ചോദിക്കും. ചില സമയത്ത് ഫാമിലിയായിട്ട് വിളിക്കും. ചില ഗ്രൂപ്പ് അവർ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നമുക്കൊരു നീ ഞങ്ങളുടെ കൂടെ. എൻക്വയറീസ് കുറെ അധികം വരുന്നത് അങ്ങനെയാണ്. ഫാമിലീസാണ് കൂടുതൽ വിളിക്കാറുള്ളത്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 നിന്നും ഒരു 20-22 അങ്ങനെയൊക്കെ. കുറച്ച് റിച്ചഡൊക്കെ ആണെങ്കിൽ 25 to 50. ഇപ്പോൾ സെക്സ് ചെയ്ത് മടുക്കില്ലേ? മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് എൻ്റെ ലൈഫ് ഫുള്ളും മോശം ദിവസമാണ്. എൻ്റെ ലൈഫിലാണ് അങ്ങനെ. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അവർ കുറച്ച് കാശ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ഒരു ബിസിനസ് സെറ്റ് ചെയ്യുന്നു, ഇതിനെ വിട്ടുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ വീഡിയോസ് തരും. ഈ വീഡിയോ വന്നിട്ട് കുറേ വെബ്സൈറ്റിലൊക്കെ ഞങ്ങളെ ഇട്ട് അതിൽ വരുന്ന പേയ്മെൻ്റാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എത്രയാണ് പേയ്മെൻറ്റ്? എങ്ങനെയാണ് വരുന്നത്? പെർ മന്ത് 50,000 നിന്ന് 1 lakh വരെയൊക്കെ. എൻ്റെ അറിവിൽ കേരളത്തിൽ കുറേ പേരുണ്ട്, പക്ഷെ ആരും മുഖം കാണിക്കാറില്ല. ഞാൻ പഠിച്ചിട്ടുള്ളത് കാശുണ്ടെങ്കിൽ കൂടെ 4 പേരുണ്ടാവും, പ്രശ്നമില്ല എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ അവരുടെ വീടും അവരുടെ പ്രോപ്പർട്ടിയൊക്കെ വെച്ച് ഫിനാൻസിൽ നിന്ന് എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അവരെ സേവ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്ത ഓപ്ഷൻ ഇതായിരുന്നു. ഞാൻ ഒരു മാസം ഏകദേശം എത്ര വരെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു 2 lakhs വരെ കിട്ടും. ഈ 2 lakhs ഏർണിങ്സ് കൊണ്ട് ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഐ മീൻ ഇമോഷണലി. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ആ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും അതേ റെസ്പെക്റ്റും അതേ ഡിഗ്നിറ്റിയും ആവശ്യമുണ്ട്. അതൊരു പോൺ ആക്ടർ ആണെന്നുണ്ടെങ്കിലും ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായി വി ആർ ഫീച്ചറിംഗ് എ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന പോഡ്കാസ്റ്റ്. ഹായ്, യു ഗൈസ് വാച്ചിങ് പോർട്രയേൽസ് ബൈ ഗദ്ദാഫി. ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളൊരു അലേർട്ട് പറയുകയാണ്. ഇതിൽ പരാമർശിക്കുന്ന ആളുടെ ജീവിതം അതൊരു കഥയായി അയാളുടെ ജീവിതമായിട്ട് തന്നെ എടുക്കുകയും അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവാനോ മോട്ടിവേറ്റ് ആവാനോ പാടില്ല എന്നുള്ള ഒരു അഭ്യർത്ഥന ആദ്യമേ പറയുകയാണ്. നമസ്കാരം. കുറച്ച് സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ടും കുറച്ച് പ്രൈവസി റീസൺസ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ നിങ്ങളുടെ പേര് പരാമർശിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ മുഖം റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് എനിക്കറിയാം. കേരളം പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അവരുടെ ലൈഫ് പല മാധ്യമങ്ങളിലൂടെ പല മീഡിയത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൈഫ് എങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ കേരളത്തിൽ വളരെ സജീവമാണോ? എങ്ങനെയാണ് ഒരു ജിഗോളയുടെ ലൈഫ് ഇവിടെ? അത് കേരളത്തിൽ മാത്രമല്ല, ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. തമിഴ്നാട്, ബാംഗ്ലൂർ, മുംബൈ, സ്പെഷ്യലി കേരളം അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും എല്ലാവരും വിളിക്കാറുണ്ട്. വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോകും, എല്ലാവരെയും കാണും. അവരെന്തൊക്കെ പറയുന്നു അവരുടെ ഇഷ്ടത്തിന്. അതായത് ഇപ്പോൾ നോർമലി എല്ലാവർക്കും ഫീലിങ്സ് ഉള്ളതാണ്. അതുകൊണ്ട് അവരുടെ ഫീലിങ്സ് ഒക്കെ കുറേ അനുഭവമുണ്ട് ഞങ്ങൾക്ക്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ വ്യക്തിനെ കാണുമ്പോഴും പുറം ലോകത്ത് അവരൊരു എന്താ പറയാൻ വേണ്ടി ഒരു പുറത്ത് അവരുടെ ലൈഫ് ഒരുമാതിരിയാണ്, പക്ഷെ ഒരു ബെഡ്റൂമിനകത്ത് പോകുമ്പോൾ അവരുടെ സ്വഭാവവും അവരുടെ ക്യാരക്ടറും അത് വേറെ ഒരു രീതിയാണ്. ഓക്കെ, നമുക്കൊക്കെ അറിയാത്ത വളരെയധികം സ്വകാര്യ ജീവിതത്തിൽ അവർ ഈ പറയുന്ന പോലെ അവരുടെ സെക്ഷൽ ഫാന്റസീസ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ റിവീൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ കാരണം? അതായത് ഇതൊരു ലൈഫിൻ്റെ ഭാഗമായിട്ട് ഒരു ചോയ്സ് ആയിരുന്നോ, അതല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷൻ കൊണ്ട് എത്തിച്ചതാണോ ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക്? എന്താ പറയുക? ഇല്ല, എൻ്റെ ഒരു ലൈഫിൻ്റെ സാഹചര്യം സിറ്റുവേഷൻ കൊണ്ട് ഞാൻ പിന്നീട് ഇതിനെ ചൂസ് ചെയ്തതാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇതിനെ ചൂസ് ചെയ്തില്ല. കുറേ ഓഫർ എനിക്കുണ്ടായിരുന്നു. ഇതിൽ വരുന്നു, ചെയ്യുന്നു, നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും, അങ്ങനെയൊക്കെ കുറച്ച് പേര് പറഞ്ഞിരുന്നു. അപ്പം ഞാനിത് ചൂസ് ചെയ്തില്ല. പിന്നീട് എനിക്ക് എൻ്റെ ലൈഫ്
അതിൻ്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാനത് ചൂസ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മളൊരു ജിഗോളോനെ പറ്റി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജഡ്ജ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ, അതായത് പല ആൾക്കാരും ചിലപ്പോൾ കളിയാക്കാനുള്ള ചാൻസ് ഉണ്ട്, മാറ്റി നിർത്താനുള്ള ചാൻസ് ഉണ്ട്, ഒറ്റപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പ്രൊഫഷൻ സെലക്ട്? എനിക്ക് കുറേ സ്ഥലത്ത് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്കറിയുന്ന കുറച്ച് പേര് എന്നെ ഒറ്റപ്പെടുത്തി, നിനക്ക് ആരാടെ ഇവിടെയൊക്കെ വീട് തന്നത്, നിന്നെ ആരാ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നത്, ഞാൻ ഒരു വാടക വീട്ടിൽ താമസിച്ചപ്പോൾ അടുത്തുള്ള 1-2 പേര് അറിയുന്നവരുണ്ടായിരുന്നു, നിനക്കാരാ ഇവിടെ വീട് തന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എനിക്ക്. പിന്നീട് ഞാൻ നാട് വിട്ടു പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷനും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ നാട്ടിലല്ല, പുറത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ വേറെ പല ഓപ്ഷൻസ് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രൊഫഷൻ തന്നെ മതി എന്നുള്ള തീരുമാനിക്കാനുള്ള പിന്നിലുള്ള? ആക്ച്വലി ഞാൻ എന്നെ കുറിച്ച് പറയണം, എനിക്ക് അത്രയ്ക്കും ക്വാളിഫൈഡ് അല്ല ഞാൻ. പിന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രൊഫഷനിൽ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. കുറേ പേര് റെഫർ ചെയ്യുമ്പോഴും ഒരു സമയത്തൊക്കെ ഞാൻ ഇത്രയ്ക്കും ആകുമോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് കുറേ പേര് എന്നെ റെഫർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ച്, അപ്പോൾ ഞാൻ അത്രയ്ക്കും കൊള്ളാമോ, എന്നെ കുറേ പേർ ഇങ്ങനെ റെഫർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ അങ്ങനെ മാറിയതാണ്. ഓക്കെ. എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ജോലിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ താങ്കളോട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. വളരെ സജീവമായിട്ട് തന്നെ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സിൽ അപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെ സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? അതിൻ്റെയായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്ക്, അങ്ങനെ കുറേ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഇതുവഴിയാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ കോൺടാക്ട് ചെയ്ത ഉടനെ മീറ്റ് ചെയ്യാമോ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഫസ്റ്റ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. നമുക്കറിയാമല്ലോ അവർ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ചാറ്റിങ്ങും വിളിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കും, ഒരു ദിവസം എൻ്റെ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാമോ, നമുക്ക് എവിടെയെങ്കിലും ഷോപ്പിംഗ് പോകാമോ, അല്ലെങ്കിൽ ഒരു പിക്നിക് പോലെ പോകാമോ, ഒരു ദിവസം നിങ്ങളുടെ പേയ്മെൻറ്റ് എത്രയാണ് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ അവർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയിൽ ഉള്ള ഇപ്പോൾ നടിമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഇവരുടെയൊക്കെ പ്രൈവസി ഇവർ വളരെയധികം സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ അവരുടെ പ്രൈവസി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ സ്ഥലത്താണ് അവർ വിളിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പുറത്തുള്ളവർ കാണുമ്പോഴും അങ്ങനെ വേറെ സംശയിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒന്നുമില്ലായിരിക്കും. അവർ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് കുറേ കോണ്ടാക്ട് ഒക്കെ കാണുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവരുടെ കൂടെ പോകുന്നത്. ആരാ അപ്പം നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്, എങ്ങനെയാണ്? അപ്പം നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണോ, അല്ലെങ്കിൽ നിങ്ങളെ സമീപിക്കുന്ന ക്ലയൻസ് ആണോ? ഇല്ല, ഞങ്ങളുടെ റേറ്റ് ഞങ്ങളാണ് ഫിക്സ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ദിവസം ഇത്ര രൂപ വേണം. അതായത് ഇപ്പം ഞങ്ങളെപ്പോലെ വേറെ കുറേ പേരൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ മാത്രമല്ല ഈ ഫീൽഡിൽ, എനിക്കറിയാവുന്ന വേറെയും 1-2 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ചോദിക്കും നിങ്ങളുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് പെർ ഡേക്ക് ഇത്രയാണ്, ഇതാണ് റേറ്റ് എന്ന് പറയും. അപ്പം ഞങ്ങൾ അതനുസരിച്ചിട്ട് എൻ്റെ കപ്പാസിറ്റിയുള്ള റേറ്റ് ഞാൻ ഫിക്സ് ചെയ്യും. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? എങ്ങനെയാണ് ആ റേറ്റ്? ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിലത്തെ ആൾക്കാരാണ്, അതിനു മുമ്പ് ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാമല്ലോ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 നിന്നും ഒരു 20-22 അങ്ങനെയൊക്കെ. കുറച്ച് റിച്ചഡ് ഒക്കെ ആണെങ്കിൽ 25 to 50 അങ്ങനെയാണ് റേറ്റ് പെർ ഡേ. 15 to 20K ഒക്കെ തരാൻ ഇവിടെ ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾ എപ്പോഴും കുറച്ച് റിച്ചഡ് ആയ ഒരു വില്ലിംഗ് ആയിട്ട് ആൾക്കാരുണ്ട്. പിന്നെ നോർമലി 15 to 25 നോർമലി അങ്ങനെ തരുന്നവരും കുറേ ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഒരു മാസത്തിൽ അപ്പോൾ നിങ്ങൾ എത്ര ക്ലയൻസിനെ വരെ കാണാറുണ്ട്? എങ്ങനെയാണ് അതിൻ്റെ ഒരു? 2 അല്ലെങ്കിൽ 3, ചില സമയത്ത് 5 ഉണ്ടാവും. ഏതായാലും 2-ൽ അധികം ഉണ്ടാവും. 2, 3, 5-നും മേളിൽ പോയിട്ടില്ല, 2-നും താഴെയും വന്നിട്ടില്ല. അങ്ങനെയുണ്ട്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിലേ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ ബേസിക്കലി എടുക്കുക? അതായത് മാനസികമായിട്ടും ഞാൻ പറയുന്ന പോലെ അതല്ലാതെയും നിങ്ങൾ കുറേയധികം മെഡിസിൻസും സേഫ്റ്റിയും ഒക്കെ നോക്കണ്ടേ? എന്തൊക്കെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറ്? അത്തരം മന്ത്ലി വൺസ് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. VDRL, SCD അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യും. വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കും. പിന്നെ ഫുഡ്, ഡയറ്റ്, എക്സസൈസ്, വർക്കൗട്ട് അതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. എവറി മന്ത്സ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് എന്തെങ്കിലും. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് പ്രഫ് എന്നുള്ള മെഡിസിൻ അതൊക്കെ എടുക്കും. പിന്നെ ഡോക്ടർ ഞങ്ങൾക്ക് ചില ഇതൊക്കെ തന്നിട്ടുണ്ട്, ഇതുപോലെയൊക്കെ ഫോളോ ചെയ്യണം. സ്പോട്ടിൽ അവിടെ പോകുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റി അങ്ങനെയൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരത്തെ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. ഞങ്ങളത് ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോകും. ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ വിളിക്കുന്ന സമയത്ത് അവർ സ്ട്രിക്റ്റ് ആയിട്ട് അവർ ചോദിക്കും
സെലിബ്രിറ്റി ചോദിക്കും റീസെൻറ്റ് ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വേണം എന്ന് ചോദിക്കും. റീസെൻ്റായിട്ട് എപ്പോഴും സ്പെസിഫിക്കായിട്ട് അവർ പറയും ഇതിൻ്റെ HIV, VDRL, SCD, ഇതിൻ്റെ STD ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് ചോദിക്കും അവർ. അപ്പോൾ റീസെൻ്റ് റിപ്പോർട്ട് തന്നെ വേണമെന്ന് പറയും. അപ്പോൾ അത് കാണിച്ചു കൊടുക്കും. റീസെൻ്റ് ഡോക്ടേഴ്സിൻ്റെ ഇത് ചോദിച്ചിട്ട് അത് അവർ നോക്കിയിട്ടാണ് ഫിക്സ് ചെയ്യണത്. അങ്ങനെ ഇപ്പം ഏകദേശം എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നിട്ട്? 2 above. 2 years above ആയി. ഏകദേശം ഒരു ബോഡി കൗണ്ട് പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എത്ര പേര് വരെ ബോഡി കൗണ്ട് പോയിട്ടുണ്ടായിരിക്കും? ബോഡി കൗണ്ട് ആൾമോസ്റ്റ് ഒരു 60-70. ചിലർ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലർ ഒരു 3-4 മാസത്തിൽ ഒരു വട്ടം. എൻ്റെ അറിവിൽ ഒരു 60-70 പേര് ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ നമുക്കൊക്കെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൈഫിനെ പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ല. നമ്മൾ സിനിമയിലൊക്കെ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അറിയുന്നുണ്ട്, അറിവുണ്ട്. ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, ഒരു ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും വലിയ ധാരണയില്ല. ഒരു ലൈഫ് എങ്ങനെയാണ് നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളൊരു സാധാരണ ജീവിതം നയിക്കാറുണ്ട്? നിങ്ങൾ പുറത്തെ ആൾക്കാരോട് ഇത് ഡിസ്കസ് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ സ്വകാര്യ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് പറയാം? ഇല്ല, നോർമലി എല്ലാവരെയും പോലെ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി ഞങ്ങളെ ഇത് ചെയ്യും, ഗ്രോ ചെയ്യും. അതായത് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ കാണാൻ കുറച്ച് ഗ്ലാമർ ആയിരിക്കണം. ബോഡിയിലായാലും ഫേസിലായാലും ഡ്രസ്സിങ്ങിലായാലും കുറച്ചുകൂടി നമ്മൾ മറ്റുള്ളവരെ കാണാൻ ഒരു അട്രാക്ഷൻ ചെയ്യേണ്ട രീതിക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. നോർമലി ഉള്ളതുപോലെയാണ് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും. പിന്നെ മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടി ഞങ്ങളുടെ ബോഡി ഗ്രോ ചെയ്യും ഞങ്ങൾ. അത്രയേ ഉള്ളൂ. ഈ പേഴ്സണൽ സെക്സ് ലൈഫ് എന്ന് പറയുന്നതും പ്രൊഫഷണൽ ലൈഫ് സെക്സ് ലൈഫ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക്. എങ്ങനെ ഇതിനെ രണ്ടിനെ വേറിട്ട് കാണുന്നത് എങ്ങനെയാ? അതായത് ഈ സെക്സിൽ പലരും പല ടൈപ്പാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോരുത്തർക്കും ഓരോ ഫാൻറ്റസി ഉണ്ടാവും. ഞങ്ങൾക്ക് ഇതുപോലൊക്കെ തന്നെ വേണം, സെക്സ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അവരുടെ കഥകളൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഞങ്ങളോട് നിങ്ങൾ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഓരോ ഫാൻറ്റസിക്കും ഞങ്ങൾ ഓരോ റേറ്റ് ഫിക്സ് ചെയ്യും. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്താൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അവർ പറയും ഈ എമൗണ്ടിൻ്റെ കാര്യം നമ്മൾ ഇതോടെ നിർത്തണം. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ടൈമിൽ എമൗണ്ടിൻ്റെ കാര്യം ഒന്നും പറയും. നിങ്ങൾ എത്ര ചോദിക്കുന്നത് ഞങ്ങൾ തരാം, പക്ഷേ എങ്കിൽ റിയൽ ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ. ഇതിപ്പോൾ സെക്സ് ചെയ്ത് മടുക്കില്ലേ? അതായത് മടുപ്പ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരാറുണ്ടോ? അതിപ്പോൾ നോർമലി ചെയ്യുന്നവരാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. നമ്മളൊരു പ്രൊഫഷണൽ പോലെ കാണുമ്പോൾ നമുക്ക് കാശല്ലേ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, ഇഷ്ടമില്ലാതെ എനിക്ക് ഇല്ല. അതായത് എനിക്ക് ഫിനാൻസിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ മടുപ്പ് അങ്ങനെ എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ. എപ്പോഴെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമില്ലേ ഒട്ടും അംഗീകരിക്കാത്ത ക്ലയൻസോ അല്ലെങ്കിൽ ഭയങ്കര മോശം അനുഭവങ്ങൾ ഒക്കെ ക്ലയൻസിൽ നിന്ന് നേരിടേണ്ടി വരിക എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? അങ്ങനെയുണ്ട്. ഇപ്പോൾ ചില സ്ഥലത്ത് പോകുമ്പോൾ അവരൊരു ഹൈജീനിക് ഇല്ലാതിരിക്കും. അത് പോകുന്നതിന് മുമ്പ് വീഡിയോകളൊക്കെ കാണും, എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് പോകും. ചില സമയത്ത് അവിടെ പോകുമ്പോൾ അവരൊരു ഒരു വൃത്തിയില്ലാതെ അല്ലെങ്കിൽ ബോഡി സ്മെൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ഇപ്പം വേണ്ട, ഇന്നൊരു ദിവസം കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ചോദിക്കും എന്ത് പറ്റി, വന്നിട്ട് തിരിച്ചു പോയി, പറ്റിയില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇല്ല, ഹൈജീനിക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ വന്നപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്ത് അതുകൊണ്ടാണ് പോകുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അങ്ങനെ പോകാറുണ്ട്. ഓക്കെ. എങ്ങനെയാണ് നിങ്ങളപ്പോൾ ഈ ക്ലയൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലൊരു ഏജൻസി ഉണ്ടാവും മിഡിലായിട്ട്? ഇല്ല, അങ്ങനെ ഏജൻസി അങ്ങനെ ഒന്നുമില്ല. ഫേസ്ബുക്ക്, ചില വെബ്സൈറ്റ് വഴി അവർ ചുമ്മാ സാധാ മെസ്സേജ് ഇടും, സംസാരിക്കും. ഇപ്പം ഞാനിപ്പോൾ കാണാൻ കൊള്ളാവുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പ്രൊഫൈലായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ചാറ്റ് ചെയ്യും, അവരും എന്നെ തിരിച്ച് ചാറ്റ് ചെയ്യും. ചിലവർക്ക് ഇപ്പോൾ ആ പ്രൊഫൈൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇവരിങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എല്ലാവർക്കും അതിൻ്റെ അറിവുണ്ട്. പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ഇങ്ങനെ മൈൻഡ് സെറ്റ് ഉണ്ടാവും അവർക്ക്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ അവർ സെറ്റാക്കി എടുക്കുന്നതാണ്. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ നമ്മൾ ദുബായിലേക്കും അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ്സിലേക്കും കൺട്രീസിലേക്കൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ടോ ഇത്തരം? ഇല്ല, അവിടെ ദുബൈയിലും വിളിച്ചിട്ടുണ്ട്. ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അവിടെ എങ്ങും പോയിട്ടില്ല. പിന്നെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ തമിഴ്നാട്, മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ അങ്ങനെയൊക്കെ കുറേ സ്ഥലത്തൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും വിളിക്കാറുണ്ട്, എല്ലാ സ്ഥലത്തും ചാറ്റ് ചെയ്യാറുണ്ട്. അവിടെ എല്ലായിടത്തും വിളിക്കാറുണ്ട്. സ്പെസിഫിക് ആയിട്ട് കേരളത്തിൽ മാത്രം അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും എല്ലാവരും വിളിക്കുന്നുണ്ട് തന്നെ. പേടി തോന്നാറില്ല ചിലപ്പോഴെങ്കിലും? അതായത് നമുക്ക് ഒരു പരിചയമില്ലാത്ത, നമുക്ക് അറിയാതെ തന്നെ ഒരാളുടെ അടുത്തേക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് ഫസ്റ്റിലൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നീട് പോയി ഇപ്പോൾ ശീലമായിപ്പോയി.
ഇപ്പോൾ പേടി അങ്ങനെ ഒന്നുമില്ല. ശരി, വരുന്നത് പോലെ നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ ആ പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഈ ഫാമിലിയിലേക്ക് ഇത് എങ്ങനെയാണ് റിവീൽ ചെയ്തിട്ടുണ്ടോ ഇത്, അല്ലെങ്കിൽ ഇത് വളരെ സ്വകാര്യമായിട്ട് കൊണ്ടുപോകാൻ? ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ. ഇല്ല. അങ്ങനെ ഒരു എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സിനാരിയോ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഫാമിലിയിൽ അറിഞ്ഞ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊരു ഐഡിയ ഉണ്ട്. അതുവഴി ചെയ്യാം, വരുന്ന പോലെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. ചിലപ്പോഴേക്ക് നമുക്ക് വളരെ മോശം ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഇമോഷണലി ഒട്ടും ഓക്കെ അല്ലാത്ത, ഒട്ടും ഒന്നിനും വയ്യാത്ത ചിലപ്പോൾ അത്തരം ദിവസങ്ങളായിരിക്കും ചിലപ്പോൾ ഇത്തരം കമ്മിറ്റ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടാവും. അത്തരം ഇമോഷണൽ ഡേയ്സിൽ നിങ്ങളപ്പോൾ എന്താ ചെയ്യുക? ഒട്ടും മെൻ്റലി ഓക്കെ അല്ലെങ്കിലും പോയി ഇല്ല, അതായത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് എൻ്റെ ലൈഫ് ഫുള്ളും മോശം ദിവസമാണ്, എൻ്റെ ലൈഫിലാണ് അങ്ങനെ. അപ്പോൾ എനിക്ക് ഈ പേയ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ആവശ്യത്തിലേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് പേരെല്ലാം പറ്റിക്കപ്പെട്ട് അങ്ങനെ നാട് വിട്ടു പോകേണ്ടി വന്ന സിറ്റുവേഷനൊക്കെയാണ് എൻ്റെ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എമൗണ്ട് അവർ തരുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ ഇരിക്കും, ബട്ട് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. ഇതിപ്പം പ്രോസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ പോണിലും അഭിനയിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അതെങ്ങനെയാണ് പോണിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്? അതെങ്ങനെയാണ് അതിൻ്റെ ബിഗിനിങ് എങ്ങനെയാണ്? സ്റ്റാർട്ടിങ്ങിൽ പോണിലേക്കായിരുന്നു, ഫസ്റ്റ് പോണിലായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പോൺ വീഡിയോ കണ്ടിട്ടാണ് കുറേ പേര് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു, നിങ്ങളെ അറിയാം, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ കോൺടാക്ട് ചെയ്തത്. എങ്ങനെയാ അപ്പോൾ പോൺ സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാ? ആക്ച്വലി ഞാൻ ഒരു കമ്പനിക്ക് ഞാൻ മോഡലായിരുന്നു. അപ്പോൾ ഇന്നറുടെ തിരുപ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മോഡലിംഗ് ജട്ടി പരസ്യത്തിലൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ ചില കമ്പനിക്കാർ എന്നെ കോൺടാക്ട് ചെയ്ത് അവർ വഴി അങ്ങനെ പോയതാണ് ഞാൻ. ഓക്കെ. അപ്പോൾ ഈ പോണിൽ അഭിനയിക്കുന്ന സമയത്ത് എന്തായാലും ആളുകളിലേക്ക് അത് സർക്കുലേറ്റ് ആവും എന്നൊക്കെ ഉള്ളത് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ സർക്കുലേറ്റ് ആവുന്ന സമയത്ത് പേടി ഉണ്ടായിരുന്നില്ല? ഇത് നമ്മൾക്കറിയാവുന്ന പരിചയമുള്ള ആളുകളിലേക്ക് ഇതെത്തും, ആളുകൾ തിരിച്ചറിയും അത്? പിന്നെ ഇല്ല, എനിക്ക് അങ്ങനത്തെ പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ചിലപ്പോൾ ഫാമിലി അറിഞ്ഞ റിയാക്ട് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഞാൻ കുറച്ച് പൊളിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു, പുറത്ത് ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ആ ടൈമിൽ ഞാൻ ഫാമിലിനെ കുറിച്ച് ആലോചിച്ചില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്ത ഫ്രണ്ടിനെയൊക്കെ ഞാൻ സേവ് ചെയ്യണമല്ലോ. അതുകൊണ്ട് എനിക്ക് ഫാമിലിയിൽ എന്ത് ഇഷ്യൂ വന്നാലും ഓക്കെ, അവരെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ചൂസ് ചെയ്തതാണ്. എപ്പോഴെങ്കിലും നമുക്ക് പരിചയമുള്ള കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുള്ള ആരെങ്കിലും ഒക്കെ ഇത്തരം പോൺ കാണുകയോ അല്ലെങ്കിൽ ഇതിൽ പിടിക്കപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? എനിക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു. പിന്നെ നേരത്തെ ഞാൻ മോഡൽ ആയതുകൊണ്ട് വലിയ വിഷയമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നേരത്തുള്ള മോഡലൊക്കെ എനിക്ക് കുറേ ബോൾഡ് ഷൂട്ടിംഗ് ഒക്കെ നടന്നിരുന്നു. അപ്പോൾ അത് കുറേ വെബ്സൈറ്റിലൊക്കെ വന്നിട്ടുമുണ്ട്. അത് കുറേ പേർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഇവൻ നേരത്തെ മോഡൽ അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധാരണയിൽ അത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. പക്ഷെ ഇതുവരെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറത്ത് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ചിലപ്പോൾ അറിയാമായിരിക്കും, പക്ഷെ എൻ്റെ അടുത്ത് ആരും ഇതുവരെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഒക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതായത് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനോട് നായകന് പ്രേമം തോന്നുന്നു, അവർ പിന്നെ പത്മരാജൻ സാറിൻ്റെ സിനിമയിലൊക്കെ അത് അങ്ങനെ. എനിക്ക് അതുപോലെ അനുഭവം ഉണ്ട്. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോകുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറയും, എനിക്കിഷ്ടമാണ്, നമുക്ക് കല്യാണം കഴിക്കാമോ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമോ, നിന്റെ പ്രോബ്ലമൊക്കെ ഞാൻ സോൾവ് ചെയ്യാം, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇപ്പോഴും ഒരു 4-5 നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതായത് ഈ ഫീൽഡിൽ വന്നതിന് ശേഷം അവരുമായിട്ടുള്ള ഒരു നല്ല കോണ്ടാക്റ്റാണ്. ഇപ്പോഴും എന്താ പറയാൻ, ഒരു പ്രേമം പോലെ ഇപ്പോഴും പോകുന്നുണ്ട് അത്. താങ്കൾക്ക് തിരിച്ച് പ്രേമം ഉണ്ടായിട്ടുണ്ടോ താങ്കളുടെ ക്ലയൻസിനോട്? അതായത് ഇപ്പം എനിക്ക് പ്രേമം അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും പ്രേമിക്കുന്ന പോലെയൊക്കെ സംസാരിക്കും ഞാൻ, ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ. എങ്കിലല്ലേ വീണ്ടും ഒരു വിളിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കും. ബട്ട് പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒരു ക്ലയന്റിനോട് ഇല്ല. ഇമോഷണൽ അറ്റാച്ച് അങ്ങനെ, പക്ഷെ എല്ലായിടത്തും ഒരു നല്ല സ്നേഹം അങ്ങനെയൊക്കെ ഉണ്ട്. ഇമോഷണൽ ആയിട്ട് ഇതുവരെ എനിക്ക് ആരുടെ അങ്ങനെ തോന്നിയിട്ടില്ല. എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു കല്യാണം വേണമെന്നും അല്ലെങ്കിൽ ഇത് ഈ പ്രൊഫഷനിൽ നിന്ന് മാറി മറ്റൊരു ഇല്ല, ഈ പ്രൊഫഷനിൽ നിന്ന് മാറണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട് എനിക്ക്. അധിക ദിവസം വേണ്ട, ഇതിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു നല്ല ഓപ്ഷൻ വരികയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മാറും. എങ്ങനെയാ ലൈഫിൽ ഇപ്പോൾ ഒരു ജിഗോളയായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പോൺ ആക്ടായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹാപ്പിയാണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ സീക്ക് ചെയ്യുന്നത്? അങ്ങനെ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ നോർമലിയാണ് ഞാൻ, വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് ഹാപ്പിയാണ് ഞാൻ.
ഹാപ്പി തന്നെയാണ്. ഈ പറയുന്ന പോലെ ചില സമയത്തൊക്കെ നമ്മളുടെയൊക്കെ മനുഷ്യന്മാരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ അല്ലേ നമുക്ക് സെക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഒരു സൈക്കോളജി എന്താ? അതായത് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ആ സെക്ഷൽ പ്ലഷർ അപ്പം എങ്ങനെയാണ് ഇല്ല. അതായത് നമുക്ക് സെക്ഷൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആളെടുത്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇഷ്ടമില്ലാത്തടുത്ത് അത് ചെയ്യാൻ ഫീൽ തോന്നുന്നില്ല നമുക്ക്. പിന്നെ നമുക്ക് അവർ നല്ല പേയ്മെൻറ്റ് തരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ അവരെ തൃപ്തി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഇതിൽ പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളവരാകുമ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും. ഇഷ്ടമില്ലാത്തവരടുത്ത് കൂടി അതെല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ അടുത്ത് പറയും ഇത് പറ്റില്ല ഇത് പറ്റും എന്ന് നേരത്തെ അവർ ഡിസ്കസ് ചെയ്യും. എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം ചോദിക്കും അവർ. അങ്ങനെ ചോദിച്ചിട്ട് ചൂസ് ചെയ്യുന്നതാണ്. പക്ഷേ പൈസ കൊടുക്കുന്ന സമയത്ത് അവർ നിർബന്ധം പറയത്തില്ല. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്താലേ നമ്മൾ കമ്മിറ്റഡ് ആവുള്ളൂ എന്നുള്ള കേസസ് ഇല്ല. അവർ അവിടെ പോകുമ്പോൾ ചോദിക്കും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ ഫസ്റ്റ് അവർ നേരത്തെ പറയും. പിന്നെ ഞങ്ങൾക്ക് ഇതിൽ അനുഭവം ഉള്ളതുകൊണ്ട് ചിലരെ കാണുമ്പോൾ ചിലരുടെ ഫീലിംഗ് അത്ര വരാത്തതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ പറയും ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റും, ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ. ഇതിപ്പോൾ പോണിൽ പോൺ സംബന്ധമായിട്ടുള്ള പല മിസ്കമ്മ്യൂണിക്കേഷൻസും ഇവിടെ നമ്മൾ കുട്ടികളുടെ ഇടയ്ക്കും അത് പോകുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ പോൺ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളത് ആക്ച്വലി നിങ്ങൾക്ക് ആ പ്ലഷർ കിട്ടാറുണ്ടോ? അല്ലെങ്കിൽ വീഡിയോയിൽ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഭയങ്കര പ്ലഷർ കിട്ടുന്ന പോലെ പ്രിറ്റൻഡ് ചെയ്ത് അഭിനയിക്കുക മാത്രമാണോ ചെയ്യുക? ചില സമയത്ത് ഞങ്ങൾ അഭിനയിക്കും, ചില സമയത്ത് സീരിയസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതത് ഇപ്പോൾ ഇത് ആരെയും കമ്പൽ ചെയ്തിട്ട് ചെയ്യുന്നതല്ലല്ലോ, എല്ലാവരുടെയും ഇഷ്ടത്തോടു കൂടി ചെയ്യുമല്ലോ. അപ്പോൾ അത് ചില സമയത്ത് ഫീൽ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. ചില സമയത്ത് ഒരു സ്ക്രിപ്റ്റ് പോലെ പ്ലാൻ ചെയ്ത് തരും, ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് വേണമെന്ന് പറയും. അപ്പോൾ അവിടെ ഞങ്ങൾ ആക്ടിങ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നതാണ്. ചില വീഡിയോസൊക്കെ ഫുൾ ഫേക്കും ആയിരിക്കും, എല്ലാം ഒറിജിനലും അല്ലായിരിക്കും. ചിലതിൽ റിയലായിട്ട് ആയിരിക്കും, ചിലതിൽ റിയൽ ഇല്ലാതെ ഫേക്ക് പോലെ അങ്ങനത്തെ കുറേ വീഡിയോസും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ. എവിടെ അപ്പോൾ ഈ പോൺ വീഡിയോസൊക്കെ ഇവിടെ കേരളം പോലുള്ള സ്ഥലത്ത് എവിടെയൊക്കെ നിങ്ങളപ്പോൾ ഷൂട്ട് ചെയ്യുക? അതിനിവിടെ എപ്പോഴെങ്കിലും ഇതിന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ മോശം അനുഭവമൊന്നുമില്ല. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ബാംഗ്ലൂർ ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ടിങ്ങിൽ, ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട്. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഷൂട്ട്സൊക്കെ നടന്നപ്പോൾ ഹോട്ടൽ റൂമുകളിലായിരിക്കും? ചിലയിടത്ത് ഹോട്ടലിലായിരിക്കും, ചിലയിടത്ത് അവരുടെ വീടുകളിലായിരിക്കും. അവരവരുടെ ഇഷ്ടത്തിനുള്ള ഒരു സ്ഥലത്ത് അവരെ വിളിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. മോസ്റ്റ്ലി ഹോട്ടലിൽ, ചില സമയത്ത് അവരവരുടെ സ്വന്തം വീടുകളിൽ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ. എങ്ങനെ ഇനി ഉള്ള ജീവിതത്തെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെയൊക്കെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്? എനിക്കിത് കുറച്ച് ദിവസം എൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാനിത് കുറച്ച് ദിവസം ചെയ്തിട്ട് പിന്നീട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം എന്നുള്ള എൻ്റെ ഒരു ഐഡിയ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുറേ പേരുണ്ട് ഈ ഫീൽഡിൽ, എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുന്നു. അവർ കുറച്ച് കാശ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ഒരു ബിസിനസ് സെറ്റ് ചെയ്യുന്നു, ഇതിനെ വിട്ടുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ ഇപ്പോൾ എനിക്കൊരു മുംബൈയിൽ ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ ഫസ്റ്റ് ഈ ഫീൽഡിനകത്തൊന്നും നല്ല കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഞാനും കുറച്ച് ദിവസം ചെയ്തിട്ട് പിന്നീട് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ്. ഇതിപ്പം ജിഗോളായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളൊരു പേയ്മെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഇത്ര വരെ ഇത്ര തൊട്ട് എന്നുള്ളത് പറഞ്ഞതല്ല. എങ്ങനെയാണ് ഇപ്പോൾ ഈ പോണിൽ അഭിനയിക്കുന്ന സമയത്തുള്ള ഒരു പേയ്മെന്റ് എങ്ങനെയാണ്? അതിന്റെ റെമ്യൂണറേഷൻ എങ്ങനെയാണ്? അത് ചില കമ്പനിക്കാർ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് ഇത്ര തരുമെന്ന് പറയും. വീഡിയോസ് തരുമല്ല, ഞങ്ങൾക്ക് വീഡിയോസ് കാണാൻ മാത്രം തരും, പിന്നെ വീഡിയോ അവർ തരില്ല. പിന്നെ ചിലവർ വന്നിട്ട് പേയ്മെൻറ്റ് തരില്ല, വീഡിയോസ് തരും. ഈ വീഡിയോ വന്നിട്ട് കുറേ വെബ്സൈറ്റിലൊക്കെ ഞങ്ങൾ ഇട്ട് അതിൽ വരുന്ന പേയ്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എത്രയാണ് പേയ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? പെർ മന്ത് 50,000 നിന്ന് 1 lakh വരയ്ക്കും. 50,000 to 1 lakh നിങ്ങൾക്ക് പോണിൽ അഭിനയിക്കുന്ന സമയത്ത് കിട്ടും. അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്കുണ്ടോ? അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ചിലവർ ബെനിഫിറ്റ് ആണ് ഞങ്ങളത്. പിന്നെ ചിലവർ വന്നിട്ട് പറയും വീഡിയോ തരില്ല, നിങ്ങൾക്ക് പേയ്മെന്റ് തരാന്ന് പറഞ്ഞിട്ട് അവർ കാശ് ഉണ്ടാക്കും. പേയ്മെന്റ് എത്രയായിരിക്കും? അതും ഇത് തന്നെയാണ്, 50 to 1. അത് തന്നെ. ചിലപ്പോൾ 50 ആയിരിക്കും, അല്ലെങ്കിൽ 60, 70, 80, 1 അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ താങ്കളെ പോലെ തന്നെ ഇവിടെ പോണിൽ അഭിനയിക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടോ? ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ അറിവിൽ കേരളത്തിൽ കുറേ പേരുണ്ട്, പക്ഷെ ആരും മുഖം കാണിക്കാറില്ല. ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്, കേരളത്തിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ മുഖം കാണിച്ച് അഭിനയിച്ചത് ഫസ്റ്റ് ഞാനെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. അതിനു മുമ്പ് ഞാൻ കണ്ടതെല്ലാം മുംബൈയിലൊക്കെയാണ്, മുംബൈ, ബാംഗ്ലൂരൊക്കെയാണ് അവർ ഫേസോട് കൂടി വന്നത്. ബാക്കി മോസ്റ്റ്ലി ഒരു ഫേസ് കവർ ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ എൻ്റെ അറിവിൽ ഞാനാണ് ഫസ്റ്റായിട്ട് ഫേസോട് കൂടി വന്നത്. ഇവിടെ ഫേസ് സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ എൻ്റെ ഫേസ് കാണാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് വന്നത് ഫസ്റ്റ് ഞാനാണ്. ഇപ്പോൾ പോൺ ഫിലിംസിൽ
പഠിക്കുന്ന സമയത്തേ എന്തായാലും ഇത് നമ്മൾ ആണുങ്ങളും കാണും, ഓഫ് കോഴ്സ് പെണ്ണുങ്ങളും ഒരുപോലെ കാണുമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കാണാനും നമ്മളെ തിരിച്ചറിയാനും നമ്മളെ കോൺടാക്ട് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലല്ല. അപ്പോൾ നമ്മൾ മുന്നേ നമ്മളുടെ കൂടെ പഠിച്ചിരുന്നവരോ നമ്മൾ അറിഞ്ഞിരുന്നവരോ എപ്പോഴെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് മെസ്സേജ് അയക്കുകയോ ഫോൺ ചെയ്യുകയോ സംസാരങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. കണ്ടുകൊണ്ട് കുറച്ച് പേര് ചോദിക്കാറുണ്ട്, ഇങ്ങനെ കണ്ടിരുന്നു, ഇത് നീയാണോ എന്ന് ചോദിക്കും. ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് അറിയുന്ന കുറേ പേരൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അടുത്ത്, ഇത് കണ്ടിരുന്നു നീയാണോ എന്ന് ചോദിക്കും. ചില സമയത്ത് പറയേ ഇല്ല ഞാനല്ല, ഇല്ല നീ കള്ളം പറയില്ല, ഞങ്ങൾ കണ്ടു, നീ തന്നെയാണ് എന്ന് ചോദിക്കും. ചിലരിടത്ത് ഇല്ല എന്ന് പറയും, ചിലരിടത്ത് യെസ് എന്ന് പറയും. ഇങ്ങനെ സമ്മതിക്കുന്ന സമയത്ത് അത് ഒരിക്കൽ പോലും സമ്മതിക്കാൻ വലിയ ബാക്കിലേക്ക് ഇല്ല. അതായത് ഇപ്പൊ 1-2 വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഇല്ല എന്ന് പറയാം. കുറെ അധികം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വീണ്ടും കാണുമ്പോൾ ഒരു കള്ളം പറയുമ്പോൾ അത് എന്തെങ്കിലും ഒരു ദിവസം പുറത്തു വരും. അതുകൊണ്ട് പിന്നെ കള്ളം പറയുന്നത് എന്തിനാ, ഇല്ല തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സമ്മതിക്കും. അപ്പൊ അവരുടെ റെസ്പോൺസ് എന്താ അങ്ങനെ പറയുന്ന സമയത്ത്? അതായത് അതിൽ കുറച്ച് പിന്നീട് അതോടുകൂടി സംസാരിക്കാതെ പോയവരുമുണ്ട്, പിന്നീട് സംസാരിക്കുന്നവരുമുണ്ട്. അങ്ങനെ സംസാരിക്കാതെ പോയ ആൾക്കാർ നമ്മളുടെ ഇപ്പൊ ലൈഫിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ഈ പോയിന്റിൽ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മളെ സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ വിഷമം തോന്നിയിട്ടില്ലേ? കുറച്ച് ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോയവരെ കൊണ്ട് എനിക്കൊരു ഗുണവും ഇല്ലായിരുന്നു. എനിക്ക് അവർക്ക് വഴക്ക് പറയാനും വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ തന്നെ പറ്റും. വേറെ എൻ്റെ പ്രശ്നത്തിനോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാനോ ഹെൽപ്പ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് പിന്നീട് ഞാൻ ഒരിക്കലും അവരെക്കുറിച്ച് ആരെയും കുറിച്ച് ആലോചിക്കാറില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്ത കുറേ ടീമുണ്ട്, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, കുറച്ച് ഫാമിലീസ് ഉണ്ട്. എൻ്റെ ലൈഫ് എങ്ങനെയാണ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് അവരെ ഞാൻ സേവ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് ഞാൻ ചൂസ് ചെയ്തതാണ് ഞാൻ. ഓക്കെ. ഇപ്പോൾ ജിഗോളയായിട്ട് പോകുന്ന സമയത്തെ യൂഷ്വലി ഏത് ഏജിൽ നിന്നാണ് കൂടുതലും എൻക്വയറീസ് വരുന്നത്? ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ കൂടുതലും വരാറ്? 40 മേളിലാണ് അധികം. പിന്നെ ഒരു 20-25 അത് വളരെ കുറവാണ്. അധികം കൂടുതൽ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. മോസ്റ്റ്ലി 38, 39, 40 മേളിലാണ് അധികം വരാറ്. വിവാഹം കഴിഞ്ഞവരാണോ കഴിയാത്തവരാണോ കൂടുതലും വരാറ്? കഴിഞ്ഞവരുമുണ്ട്, കഴിയാത്തവരുമുണ്ട്. ഓക്കെ. അതായത് ഇപ്പോൾ സൊസൈറ്റിക്ക് മുന്നിൽ ചിലർ ഫാമിലി ആയിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് പറയും, ചിലയിടത്ത് ഹസ്ബൻഡിന് പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ അവർ പറയും ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ വരാമോ എന്ന് ചോദിക്കും. ചിലയിടത്ത് പറയും വൈഫിന് ഇങ്ങനെ പറ്റുന്നില്ല, എനിക്കും ഇല്ല, എൻ്റെ കൂടി വരാമോ, അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ മോസ്റ്റ്ലി 40 മേളിലാണിത്. 40 മേലിലാണ് കൂടുതലും എൻക്വയറി വരുന്നത്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഇപ്പം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വിളിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു വിയേർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അതൊരു ക്ലയൻ്റായിട്ട് മാത്രം കണ്ടിട്ട് പോയി തിരിച്ചു? സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഫീൽ ചെയ്ത്, അതായത് ചില സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും ചില ഗ്രൂപ്പ്. അവരെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നീ ഞങ്ങളുടെ കൂടെ പോരണംന്ന് പറയും. അപ്പം സ്റ്റാർട്ടിങ്ങിൽ അത് ഒരുമാതിരി ഫീലായി, ഇതെന്ത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് പോകുമ്പോൾ എൻക്വയറീസ് കുറെ അധികം വരുന്നത് അങ്ങനെയാണ്. ഫാമിലീസാണ് കൂടുതൽ വിളിക്കാറുള്ളത്. അതിപ്പോൾ എന്തോ ഒരു ഫാഷൻ പോലെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ ഫാമിലീസ് വിളിക്കും, പോവാറുണ്ട്. ഇപ്പോൾ ആൾമോസ്റ്റ് 40 മേളിലാണ് എല്ലാവരും. എല്ലാ പ്രൊഫഷനും എല്ലാവർക്കും എല്ലാ പ്രൊഫഷനിലും എത്തിക്സ് ഉണ്ടായിരിക്കും. അതായത് എൻ്റെ പ്രൊഫഷനിൽ ഞാൻ കുറേയധികം എത്തിക്സുകൾ കോംപ്രമൈസ് ചെയ്യരുതെന്ന് വിചാരിക്കുന്ന ആളാണ്. ഈ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്ക് ഇപ്പോൾ താങ്കൾ വിചാരിക്കുന്ന ഏതെങ്കിലും എത്തിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊക്കെ എത്തിക്സാണ് ഫോളോ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇത് കോംപ്രമൈസ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഫീൽഡിൽ കോംപ്രമൈസ് അങ്ങനെയല്ല. ഈ ഹൈജനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കും. ഞാൻ നോക്കുന്നത് അത് മാത്രമാണ്, വേറെ ഒന്നും ഞാൻ നോക്കാറില്ല. പിന്നെ ഏജും നോക്കും ഞാൻ. മോസ്റ്റ്ലി 30 മേളിൽ തന്നെ മോസ്റ്റ്ലി സെലക്ട് ചെയ്യും, അതിന് താഴെ പോവില്ല. പിന്നെ ചില സമയത്തൊക്കെ ഒരു 25, 26 അങ്ങനെ വളരെ റെയറായിട്ട് സെലക്ട് ചെയ്യും. മോസ്റ്റ്ലി 30 മേളിൽ. ഇപ്പോൾ നമ്മൾ ജിഗോളായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 1-2 ദിവസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് മാക്സിമം ഒരു മാസത്തിൽ ഒരു 3-4 ക്ലയൻറ്റ്സ് മാക്സിമം ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ ബാക്കി ദിവസങ്ങളിൽ ഇപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ഒരു ജിമ്മിൽ ട്രെയിനറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അത് നോക്കും അങ്ങനെ. കേരളത്തിൽ തന്നെ? കേരളത്തിൽ തന്നെ. ഇത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ പ്രൊഫഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ലൈഫ് ലീഡ് ചെയ്യണം എന്നാണ്? ഇല്ല, ഞാനൊരു ബിസിനസ് നോക്കുന്നുണ്ട്. ആൾമോസ്റ്റ് തുടങ്ങിയത്. ഇപ്പം അതിൻ്റെ പുറകെയാണ്. കുറച്ച് ദിവസം ഇത് ചെയ്തിട്ട് പിന്നീട് അതിനെ സെറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണമെന്നാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രൊഫഷനൊക്കെ വിട്ടിട്ട് ഫാമിലി ആയിട്ട് കുട്ടികളും ഭാര്യയും ഒക്കെ ആയിട്ട് മാത്രം ഒരു ലൈഫ് ലീഡ് ചെയ്യാനുള്ളൊരു ആഗ്രഹമോ പ്ലാനോ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇല്ല, എനിക്ക് അങ്ങനത്തെ പ്ലാനൊന്നുമില്ല. സിംഗിളായിട്ട് ഇങ്ങനെ തന്നെ പോയാൽ മതി, അങ്ങനെയൊക്കെയാണ്.
അത് ഞാൻ കുറേ ഫാമിലീസൊക്കെ കാണുന്നതുകൊണ്ട് കുറച്ച് അനുഭവം ഉള്ളതുകൊണ്ട് ഇനി ഫാമിലി ലൈഫ് അങ്ങനെ വേണ്ട, നമ്മുടെ ലൈഫ് ഇങ്ങനെ മതി എന്നുള്ളത് അങ്ങനത്തെ ഒരു ധാരണയിലാണ്. ഓക്കെ. ഇപ്പം ഇത്രയും കുറേയധികം ആളുകളെ, അതായത് ഒരു 100 അടുപ്പിച്ച ആളുകളെ മീറ്റ് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ ലൈഫിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം ചോദിച്ചാൽ എന്താ പറയുക? എൻ്റെ അറിവിൽ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റാണ്. ഞാൻ പഠിച്ചിട്ടുള്ളത് കാശുണ്ടെങ്കിൽ കൂടെ 4 പേരുണ്ടാവും, പ്രശ്നമില്ല എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. അതായത് എനിക്കൊരു കാലത്തിൽ കാശുണ്ടായിരുന്ന ടൈമിൽ എൻ്റെ ചുറ്റിലും കുറേ പേരുണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. കുറച്ച് ബിസിനസ്സിലൊക്കെ ചെയ്ത് കുറച്ച് പേരെല്ലാം പറ്റിക്കപ്പെട്ട് ഞാൻ അങ്ങനെയൊക്കെ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്നെ വിട്ടുപോയി. അപ്പം ഞാൻ പിന്നെ ഈ ഫീൽഡ് ചൂസ് ചെയ്യേണ്ട റീസണും അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അറിഞ്ഞത് കാശുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് എൻ്റെ അറിവിൽ കാശുണ്ടാക്കുന്നതാണ് മെയിൻ. ഞാൻ അത് ചൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വന്നത്. ഇപ്പോൾ അതിൻ്റെ പുറകിലാണ് ഞാൻ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് കാശിന് മാത്രമാണോ? അതെ. ഇമോഷൻസ്, ഒരു കയ്യിൽ ഇമോഷൻസും എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഇമോഷണൽ വിലയൊന്നുമില്ല. കാശുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും വിലയുണ്ട്. എപ്പോഴെങ്കിലും ചെയ്ത ഏതെങ്കിലും കാര്യത്തിന് ലൈഫിൽ റിഗ്രറ്റ് തോന്നുകയോ അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ സെലക്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു, പിന്നീട് കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ലൈഫിൻ്റെ ഏതൊരു പോയിന്റ് ഓഫ് ടൈമിൽ അപ്പോൾ ഇത് തന്നെ മതി, എനിക്ക് ഇതേ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ലൈഫ് ലീഡ് ചെയ്ത പോയിന്റ് എപ്പോഴാണ് ലൈഫിൻ്റെ? അതായത് ഞാൻ വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് പൊളിഞ്ഞു പോയപ്പോഴത്തേക്ക് നാട് വിട്ടു പോകേണ്ടിയിരുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ നാട് വിട്ടു പോയതിനു ശേഷം വേറെ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് ഒരുവിധം ഓക്കെ ആയിട്ട് അങ്ങനെ വന്നപ്പോൾ എൻ്റെ കൂടെ ബിസിനസ്സിലുണ്ടായിരുന്ന കുറച്ച് പേര് എന്നെ പറ്റിച്ചാണ്. അങ്ങനെ പറ്റിച്ച് അപ്പോൾ അത് അങ്ങനെ പറ്റിക്കപ്പെട്ടു. എൻ്റെ കയ്യിലുള്ളതൊക്കെ ഒരു ഫാമിലി പാക്കേജ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വിസ ഏജൻസിയിൽ ഒരു 30 ലക്ഷത്തിന് മുകളിൽ വാങ്ങിച്ചു, എന്നെ UK അയക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കൊടുക്കാൻ പറ്റാതെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഫിനാൻസ് ചെയ്യുന്നൊക്കെ അവരുടെ വീട് പണയം വെച്ചിട്ട് എനിക്ക് കുറച്ച് പേര് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ അവിടെയും പറ്റിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫാമിലീസും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്നെ വിട്ടൊഴിഞ്ഞു മാറി. ലാസ്റ്റ് ഞാൻ അങ്ങനെ ഒറ്റയ്ക്കായിരുന്നു. ലൈഫിലടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സമയത്ത് സൂസൈഡ് ചെയ്താലും അങ്ങനെ ആലോചിച്ചുകൊണ്ട് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ അങ്ങനെ ചെയ്തിട്ട് എന്താണ് ചെയ്യും, നിങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ അവരുടെ വീടും അവരുടെ പ്രോപ്പർട്ടിയൊക്കെ വെച്ച് ഫിനാൻസിൽ നിന്ന് എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അവരെ സേവ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്ത ഓപ്ഷൻ ഇതായിരുന്നു. എനിക്ക് അത്രയ്ക്കും വലിയ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടും ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടും എനിക്ക് തോന്നിയത് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വന്നത്. ഇപ്പം ഞാൻ ചെറുതായിട്ട് അവരെ സേവ് ചെയ്തുകൊണ്ട് വരികയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അധികകാലം ഇങ്ങനെ പോകണമെന്നില്ല. കുറച്ച് ദിവസം പോയിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയിട്ട് അടുത്തൊരു ബിസിനസ് ഞാൻ നോക്കുന്നുണ്ട്, എന്നിട്ട് അതിലേക്ക് പോകാം, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം ഏകദേശം എത്ര വരെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു 2 lakhs വരെ കിട്ടും. ഈ 2 lakhs കൊണ്ട് ചില മാസം ആവറേജ് 1 lakh കിട്ടും, ചില മാസം 2 കിട്ടും, ചില മാസം 1.5 കിട്ടും, അങ്ങനെയൊക്കെ കിട്ടും. ഈ 2 lakhs ഏർണിങ്സ് കൊണ്ട് ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഐ മീൻ ഇമോഷണലി ഞാൻ ഹാപ്പി അല്ല. അതായത് പുറത്ത് എല്ലാവരുടെയും മുമ്പിലൊക്കെ ഹാപ്പിയാണ് അങ്ങനെ പറയും. ബട്ട് ഇമോഷണലി എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ടും എനിക്ക് അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഹാപ്പി എന്ന് അറിഞ്ഞിട്ട് തന്നെ കുറേ കാലമായി ഞാൻ. ഇപ്പോൾ ചില നമ്മളെ വിളിക്കുന്ന ക്ലയൻസ് ആയിട്ട് ഇമോഷണൽ ബോണ്ടിങ്സ് സംഭവിക്കാറുണ്ട്. അതായത് ഇത്തരം ഉണ്ട്. അവർ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ അവരെനിക്ക് കുറേ ഹെൽപ്പ് ചെയ്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഫീൽഡിൽ. അങ്ങനെ ഉണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. ഞാൻ ഒരിക്കലും ഇത് കാണുന്ന ആൾക്കാർ ഇത് മാതൃകയാക്കണമെന്നോ ഇത് ഇൻഫ്ലുവൻസ് ആവണമെന്നോ ഒരിക്കലും ഞാൻ പറയത്തില്ല. പണത്തേക്കാളൊക്കെ അപ്പുറം ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഓഫ് ടൈമിലേക്ക് മനസ്സുകൊണ്ട് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു.